ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ മാന്യമായിട്ട് തന്നെ അനന്തനോടും അച്യുതനോടും പറയാണ്, എൻ്റെ മകളുടെ കല്യാണം നടക്കാൻ പോവാ. അപ്പം നിങ്ങൾ പ്രതികാരമെന്നും പറഞ്ഞുകൊണ്ട് ദേവമംഗലത്തേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ധർമ്മൻ്റെ കല്യാണത്തിനെന്ന് കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരത്തിന് തന്നെ ഞാൻ മുതിർന്നത് എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അച്യുതൻ പറയും, ഓ അവൻ്റെ മോളുടെ കാര്യം വന്നപ്പം നമ്മുടെ കാല് പിടിക്കാൻ വന്നിരിക്കുന്ന കണ്ടില്ലേ ഏട്ടാ എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ ആരുടെയും കാല് പിടിക്കാൻ വന്നതൊന്നുമല്ല, മാന്യമായ ഭാഷയിൽ മര്യാദയ്ക്ക് പറഞ്ഞു. ഇനിയും നിനക്കൊക്കെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള മറുപടി എങ്ങനെ തരണമെന്നും ഈ ബാലന് നന്നായിട്ട് അറിയാം. നിന്നെയൊക്കെ പേടിച്ചിട്ടല്ല, സമാധാനത്തോടെ കഴിയുവാണെങ്കിൽ കഴിഞ്ഞോട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാനിത് വന്ന് പറഞ്ഞത്. അതെൻ്റെ മര്യാദ എന്നും പറഞ്ഞ് ബാലൻ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പം ആനന്ദനാണെങ്കിൽ ഇതിനൊന്നും ഒരു മറുപടി പറയുന്നില്ല. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവനിവിടെ വന്ന് നമ്മളോട് ഇത്രയും അഹങ്കാരം പറഞ്ഞപ്പോൾ പോലും ഏട്ടന് ഒന്നും മിണ്ടിയില്ലല്ലോ. എടാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. ധർമ്മൻ്റെ കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഓ, നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയെന്ന്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്താ ധർമ്മന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയില്ലേ? അക്കാര്യം നീ മിണ്ടരുത്. സുകന്യെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ധർമ്മൻ അറിഞ്ഞു കഴിയുമ്പം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ദേ അച്യുത, ഇനി നമ്മളായിട്ട് അവൻ്റെ കുടുംബത്തേക്ക് ഒരു പ്രശ്നത്തിന് പോകണ്ട. അവൻ എന്തേലും കാണിക്കട്ടെ, മോളെ കെട്ടിക്കോ കെട്ടിക്കാതിരിക്കോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ദേ ഏട്ടാ, അവൻ്റെ മോളുടെ കല്യാണം അങ്ങനെ സമാധാനത്തോടെ നടത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവൻ മില്ലി വന്ന് എന്നെ എൻ്റെ മോനെയും തല്ലി ചതച്ചതൊന്നുമേ ഞാൻ മറന്നിട്ടില്ല. അവൻ്റെ മകളുണ്ടല്ലോ ആ അനുശ്രീ, അവളെ എങ്ങനെ കൃഷ്ണമംഗലത്ത് എത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. ഇത് ഞാൻ വീണ്ടും പറയാം, ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോയി ചാടാൻ നിൽക്കണ്ട നീ. ഓ, ഏട്ടനിപ്പോൾ എന്താ ഇങ്ങനൊരു മനമാറ്റം എന്ന് പറയാം. മനമാറ്റമല്ല, ഞാൻ കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞ് അനന്തനങ്ങ് മുന്നിൽ കയറി നടക്കൂട്ടോ. ഇതേ സമയം അച്യുതൻ എങ്ങനെയും അനുശ്രീയെ കൃഷ്ണമംഗലത്ത് എത്തിക്കണമെന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ്. അപ്പോൾ കൃഷ്ണമംഗലത്ത് എത്തുമ്പം തന്നെ അലോകനെ കാണാനായിട്ട് ചെല്ലുക. നീ എന്താ മനസ്സിൽ കരുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ദേവമംഗലത്ത് അനുശ്രീയുടെ കല്യാണക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1 മാസത്തിനുള്ളിൽ അവളുടെ കല്യാണം. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് അച്ഛാ. അവളെ എൻ്റെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യും. അച്ഛനും അമ്മയും ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ദേവമംഗലത്തുകാർ അനുശ്രീയുടെ കല്യാണം ഒന്നും നടത്താൻ പോകുന്നില്ല. കല്യാണത്തിൻ്റെ അന്ന് അവർ നാണം കെട്ട് തലകുനിച്ച് നിൽക്കത്തേ ഉള്ളൂ. അതിനുള്ള വഴി എന്താണെന്നൊക്കെ എനിക്കറിയാം. അല്ലടാ, ആ അനുശ്രീക്ക് ഇപ്പം നിന്നോട് ദേഷ്യമല്ലേ? നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ ഇനി ഇറങ്ങി വരില്ലച്ചാ. എന്നവൾ എന്നെ മറന്ന് വേറൊരുത്തിൻ്റെ മുന്നിൽ പോയി പെണ്ണ് കാണാൻ നിന്നു കൊടുത്തോ? അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ എനിക്കിപ്പോൾ ഒരു സ്ഥാനവും ഇല്ലെന്ന്. പക്ഷേ അവളെ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവളുടെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഈ കൃഷ്ണമംഗലത്ത് എത്തിക്കുക തന്നെ ചെയ്യും. ഇനി നല്ല വഴിക്ക് പറ്റിയില്ലെങ്കിൽ എന്ത് ചെറ്റത്തരം ചെയ്തിട്ടാണെങ്കിലും അവളെ ഞാൻ ഇവിടെ എത്തിക്കും. അത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും തരുന്ന വാക്കാ. അവൾ ഇവിടെ വരുന്നതോടുകൂടി ദേവമംഗലത്തുകാരുടെ പത്തി മടക്കിക്കോളും. അവരുടെ പുന്നാരമോള് അവരെ മറന്ന് എന്നെ കല്യാണം കഴിച്ച ആ ബാലനും പിന്നെ ഗോമതി അപ്പച്ചിയും തല ഉയർത്തി നിൽക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? നമ്മുടെ മുന്നിൽ മാത്രമല്ല, ഈ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും ഗോമതി അപ്പച്ചി അയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയപ്പം അച്ഛനും ഈ കുടുംബത്തുള്ള എല്ലാവരും തലകുനിച്ച് നിന്ന പോലെ അവരും നിൽക്കുന്നത് ഞാൻ അച്ഛനെ കാണിച്ചു തരും എന്ന് പറയാം. അതെന്തായാലും വേണം. ഇന്നാ ബാലൻ എന്നെയും ഏട്ടനെയും കാണാൻ വന്നിരുന്നു. അവൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോവാ. നമ്മൾ പ്രശ്നമായിട്ട് ചെല്ലരുതെന്ന് വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് എന്ന് പറയാം. അയാൾ എന്ത് വേണേലും പറയട്ടെ അച്ഛാ. അയാൾക്കുള്ള മറുപടിയൊക്കെ നമുക്ക് അച്ഛനെ മില്ലി വന്ന് തല്ലിച്ചതച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. അയാൾക്കും അയാളുടെ പുന്നാര ആൺമക്കൾക്കുള്ള ശിക്ഷ അത് തന്നെയാ. അവരുടെ പുന്നാര പെങ്ങളുണ്ടല്ലോ അനുശ്രീ, അവൾ ഈ കൃഷ്ണമംഗലത്ത് അലോകിൻ്റെ ഭാര്യയായിട്ട്, അതും അവന്മാര് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കൺകുളിർക്ക് കാണണം എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം അച്യുതന് ഒരുപാട് സന്തോഷമാകുക. ദേ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഈ ഞാൻ തരുന്നതായിരിക്കും എന്ന് അച്യുതൻ പറയാം. ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും ഇതാ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഇത്തവണയും ഒരു രീതിയിലും നിന്റെ ഓരോ ഐഡിയകളും പാളിപ്പോകാൻ പാടില്ല. പാളിപ്പോയാലത്തെ അവസ്ഥ നിനക്കറിയാലോ എന്ന് പറയാം. ഇല്ലച്ചാ, അനു അവളുടെ എല്ലാ വീക്ക്നെസ്സും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നാൾ അവളുടെ പിന്നാലെ നടന്നതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായി. അവൾക്ക് എവിടെ അടിച്ചാൽ പൊള്ളുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ വീക്ക്നെസ് കയറി ഞാൻ പിടിക്കും. അവൾ എൻ്റെ പിന്നാലെ വരും. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ഈ തവണ നമ്മൾ തോറ്റു പോകില്ലച്ചാ. ദേവമംഗലത്തുകാരുടെ മുന്നിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. എൻ്റെ അച്ഛനെയും അമ്മയും ഈ കുടുംബത്തെ മുഴുവനും അവരുടെ മുന്നിൽ ഞാൻ ജയിപ്പിച്ച് കാണിക്കാം എന്ന് അലോക് പറയാൻ കേട്ടോ. അലോകിൻ്റെ വാക്ക് കേൾക്കുമ്പം അച്യുതന് ഒരുപാട് സന്തോഷം തോന്നുക. ഇതേ സമയം
ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ ധർമ്മ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സുകന്യാണെങ്കിൽ അവിടെ വന്നിട്ട് പറയും, ഇന്ന് കണ്ടോ ധർമ്മേട്ടൻ, സ്വന്തം മകൾക്ക് വേണ്ടി ബാലേട്ടൻ എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന്. അതിന് നിനക്കെന്താ, അളിയൻ്റെ മകൾക്ക് എന്ത് കൊടുത്താലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ സുകന്യ എന്ന് പറയാം. എന്നാലും ബാലേട്ടൻ അത് ശ്രദ്ധിച്ചോ, 75 പവൻ, 10 ലക്ഷം രൂപയുടെ കാറ്, പിന്നെന്താ FD, ഇത്രയും തുകയൊക്കെ കൊടുക്കാൻ മാത്രം ബാലേട്ടൻ്റെ കൈ കാശുണ്ടോ? ദേ ഒരു കാര്യം ആലോചിക്കണം, ആ കടയിൽ ധർമ്മേട്ടനും കൂടി കഷ്ടപ്പെട്ടിട്ടാ ബാലേട്ടൻ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിലൊക്കെ ധർമ്മേട്ടനും അവകാശമുണ്ട് എന്ന് പറയാം. ദേ അളിയൻ എന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ടാകും. എനിക്ക് അർഹതപ്പെട്ടത് അളിയൻ എനിക്ക് തരുന്നുമുണ്ട്. അതിനെപ്പറ്റി നീ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാനല്ലാതെ പിന്നെ ആരാ ധർമ്മേട്ട ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ടത്? ഞാൻ ചിന്തിക്കും. അനുവിന് വേണ്ടി ഇത്രയും കരുതി വെച്ചിരിക്കുന്ന ബാലേട്ടൻ എന്തായാലും ആരിനും ആകാശിനും ആനന്ദനും ഒക്കെ വേണ്ടി ഇതിനേക്കാൾ കൂടുതൽ കരുതി വെച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ മാത്രം ആരാ വിഡ്ഢികൾ? ഇത്രയും വർഷം ഈ ബാലേട്ടൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ട് ആ കടയിൽ ജോലിയും ചെയ്ത് ജീവിച്ച ധർമ്മേട്ടനെ ഇവിടെ ഉള്ളവരെല്ലാം ഉപയോഗിക്കുക. അതൊന്നും മനസ്സിലാക്കുക എന്ന് പറയാം. നിർത്തുന്നുണ്ടോ നീ എന്ന് അപ്പം ധർമ്മം പറയും. ഞാൻ പറയുന്നത് ധർമ്മേട്ടൻ ഇഷ്ടപ്പെടില്ല. ഞാൻ നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത്. ധർമ്മേട്ടൻ്റെ ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം എന്ത് നൽകിയെന്ന് ഈ പറയുന്നത് എന്ന് ചോദിക്കാം. ആ കടയിൽ നിന്ന് മാസം തരുന്ന നക്കപ്പിച്ച പൈസയാണോ അധ്വാനത്തിൻ്റെ ഫലം? ഇന്ന് ഈ ഗോമതി സ്റ്റോർ ഈ നിലയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും ധർമ്മേട്ടൻ്റെ പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. ദേ സുകന്യ, നീ ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അളിയൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. എൻ്റെ അളിയനെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആയിട്ട് കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയാൻ കേട്ടോ. പിന്നല്ലാതെ അങ്ങനെ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടെന്ന് ധർമ്മേട്ടന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കത് ചോദിക്കണം. നമുക്കൊരു ആവശ്യമുള്ളപ്പോഴല്ലേ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കാം. നിനക്കിപ്പോൾ എന്താ ഇത്ര കാശിന് ആവശ്യം എന്ന് അപ്പം സുകന്യയോട് ധർമ്മം ചോദിക്കുക. അതല്ല, അങ്ങനെ എന്തെങ്കിലും ബാലേട്ടൻ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലേട്ടൻ്റെ കയ്യിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കൈ തരുവാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ധർമ്മേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിന്നോ? ഇതൊക്കെ ചോദിച്ച് വാങ്ങിക്കണം. നമുക്ക് അവകാശപ്പെട്ടതാ, വെറുതെ ഒന്നും അല്ലല്ലോ. ബാലേട്ടന് വേണ്ടി ഇത്രയും കാലം ജോലി ചെയ്തതിനുള്ള കൂലിയാ നമ്മൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സുകന്യാണെങ്കിൽ വല്ലാതെ ധർമ്മൻ്റെ മനസ്സിളക്കാനായിട്ട് നോക്കാൻ കേട്ടോ. പക്ഷെ സുകന്യയുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ധർമ്മന് ദേഷ്യം വരിക ചെയ്യുന്നേ. ദേ നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ അനുമോളുടെ കല്യാണം അതിനുവേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഒപ്പം ഓടി നടന്ന് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇവിടുത്തെ ന്യൂസ് കറക്റ്റായിട്ട് ആ കൃഷ്ണമംഗലത്ത് എത്തിക്കുന്ന പരിപാടിയായിട്ട് നടക്കാനാ നീ ശ്രമിക്കുന്നതെങ്കിൽ ഒരു തവണ നിന്റെ തെറ്റ് ഞാൻ ക്ഷമിച്ചു, അതുപോലെ എല്ലാ തവണയും ഉണ്ടാകുമെന്ന് സുകന്യ കരുതിയേ വേണ്ട എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. രാവിലെ തന്നെ നമ്മുടെ അനുവിനെയും കൂട്ടിക്കൊണ്ട് മീനും മിത്രയും കൂടി ജീവനെ കാണാനായിട്ട് പോകും കേട്ടോ. ജീവൻ അവരെയും കാത്ത് അവർ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ദേ ജീവൻ വന്നിട്ടുണ്ടല്ലോ, നീ പോയി സംസാരിക്കാനും മോളെ, ഞങ്ങൾ രണ്ടും മാറി ഇവിടെ നിൽക്കാം എന്ന് പറയാം. നിങ്ങളും കൂടി വാ എന്ന് അപ്പോൾ അനു പറയൂട്ടോ. ദേ പെണ്ണെ, നീ പോയി മര്യാദയ്ക്ക് സംസാരിച്ച്, ജീവിതകാലം മുഴുവനും നിങ്ങൾ തമ്മിലാണ് ഇനി സംസാരിക്കേണ്ടത്. ഇടയ്ക്ക് ഞങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കണം. നിനക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നീ പറയുകയും വേണം എന്ന് അനുവിനോട് പറയാൻ കേട്ടോ നമ്മുടെ മീനും മിത്രയും കൂടി. എന്നിട്ട് അവർ രണ്ടും അങ്ങ് മാറി നിൽക്കുക. അപ്പം അനു ജീവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെ നിൽക്കുക. എടോ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് താൻ എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? തന്നെ കേൾക്കാൻ വേണ്ടിയാ ഇന്ന് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയാണ്. അത് പിന്നെ ജീവൻ വന്നിട്ട് ഒരുപാട് സമയമായോ എന്ന് ചോദിക്കൂ കേട്ടോ. ഏയ് ഇല്ലടോ, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങൾ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ. താൻ കാര്യം പറ, തനിക്ക് എന്തോ കാര്യം എന്നോട് അർജൻറ്റായിട്ട് പറയാനുണ്ടെന്ന് ഇന്നലെ മീനുവെടുത്ത് വിളിച്ച് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്കൊരു കാര്യം. എന്താടോ താൻ എന്തിനാ ഇങ്ങനെ കിടന്ന് പരുങ്ങുന്നത്? എന്താണെങ്കിലും എന്നോട് പറയൂ എന്ന് നമ്മുടെ ജീവൻ അനുവിനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അത് എനിക്കൊരു അഫെയറോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. തൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അഫെയറൊക്കെ ഉണ്ടാകുന്നത് നോർമലാ എന്ന് അപ്പോൾ ജീവൻ പറയട്ടോ. എനിക്ക് ഒരാളുമായിട്ട് സിൻസിയറായിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി എന്നെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചിരുന്നത്. അയാളുടെ നേട്ടത്തിന് വേണ്ടി എന്നെ ബലിയാടാക്കുമായിരുന്നു മനസ്സിലാക്കിയപ്പം ഞാനായിട്ട് തന്നെ ആ ബന്ധത്തിൽ നിന്നും പിൻവാങ്ങി എന്നൊക്കെ ജീവനോട് പറയണം കേട്ടോ. വളരെ തപ്പിത്തറിഞ്ഞാൽ നമ്മുടെ ജീവനോട് ഇത്രയൊക്കെ അനുമോള് സംസാരിക്കുന്നത്. പക്ഷെ ജീവൻ അതൊക്കെ നോർമലായിട്ടോ എടുക്കുന്നത്. അതൊക്കെ സാധാരണയല്ലേ ഇന്നത്തെ കാലത്ത്. ഒരു പ്രണയബന്ധമൊക്കെ തൻ്റെ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിക്ക് തോന്നുക എന്ന് പറയുന്നത് അത്ര വലിയ അല്ലടോ എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ മിത്രയും മീനും അത് നോക്കി നിൽക്കുകയാണ്.
അപ്പം മിത്ര പറയും, ഇതെല്ലാം പറയേണ്ട കാര്യമുണ്ടോ ചേച്ചി? നമ്മുടെ അനുമോളെ ജീവൻ തെറ്റിദ്ധരിച്ചാലോ? ഇനി ഇതിൻ്റെ പേരിൽ കല്യാണം വല്ലതും മുടങ്ങുമോ എന്ന് ചോദിക്കുക. ഏയ്, ഒരിക്കലുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജീവൻ നല്ല പുരോഗമന ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഒരു പ്രണയബന്ധമൊക്കെ അത് സാധാരണയല്ലേ മിത്രേ. ജീവൻ എന്തായാലും കാര്യങ്ങളൊക്കെ അറിയണം. അലോകിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ വേണമെങ്കിൽ ജീവൻ്റെ അടുത്ത് പോയി അനുവിനുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പം അനുമോള് തന്നെ സത്യാവസ്ഥ പറയുന്നതാ അതിൻ്റെ ശരി എന്ന് മീനും പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും